ഈ ആരാധനാലയങ്ങളും മറ്റും പിടിച്ചെടുക്കാനായി പോകുമ്പോൾ പാർട്ടിക്ക് വരുന്ന പ്രശ്നങ്ങൾ പ്രധാനപ്പെട്ട അവരുടെ സഖാക്കളെ നഷ്ടപ്പെടുന്നു. ഉള്ള സഖാക്കളെ എല്ലായിടത്തും കാര്യം വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ ഏതാണ്ട് 90% വളരെ നല്ല അന്ധവിശ്വാസികൾ തന്നെയാണ്, 90%. പിന്നെ ആടി നിൽക്കുന്ന കുറേ ഒരു 5% ഉണ്ടാവും ആടി നിൽക്കുന്നത്. ആടി അതൊരു പാട്ടന്നെ ഉണ്ടല്ലോ, പുഴയിലേതോ അല്ലേ, അങ്ങനെ നിൽക്കുന്ന ടീമുകളുണ്ട്, എപ്പോൾ വേണേലും വീഴാവുന്നത്. എന്നാലും ഒരു 90% ഒരു സാധാരണ ഒരു വ്യാവഹാരിക വ്യവസ്ഥയിൽ നമ്മൾ കാണപ്പെടുന്ന അല്ലെങ്കിൽ ഒരു പൊതുസമൂഹത്തിൽ കാണപ്പെടുന്ന ഒരു ആളിന് അല്ലാതെ യാതൊരു പ്രത്യേകതയും അവർക്കില്ല. അവർക്ക് നാളെ സുഖമായിട്ട് BJP-യിലോട്ടോ ഈവൻ SDPയിൽ പോകാൻ പറ്റില്ല, എല്ലാം ജാതി അടിസ്ഥാനത്തിലേ പോകാൻ പറ്റത്തുള്ളൂ, മതാടിസ്ഥാനത്തിൽ പോകാൻ പറ്റും. സുഖമായിട്ട് BJP-യിലേക്ക് പോകാൻ പറ്റുള്ളൂ. പലരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഈ മാർക്സിസ്റ്റുകാരെല്ലാം BJP-യിലേക്ക് പോകുന്നത്. ഞാൻ ചോദിക്കും എന്തുകൊണ്ട് പോയിക്കൂടാ, വൈ നോട്ട്? അതല്ലേ എൻ്റെ നാച്ചുറൽ കോഴ്സ് തന്നെ. CPM എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും കേരളത്തിലെ ഒരു ഹിന്ദു പാർട്ടിയാണ്. അതിൽ മറ്റ് മതവിഭാഗങ്ങൾ വളരെ കുറവാണ്. ഹിന്ദുക്കൾ എന്ന് പറയുന്നത് പൊതു ഹിന്ദു സമൂഹത്തിൻ്റെ എല്ലാ ഗുണങ്ങളും CPMൻ്റെ അണികൾക്കും ഉണ്ട്. അതൊരു സത്യമാണ്. അതൊരു സത്യമാണ്. അവർക്ക് BJP-യിലേക്ക് പോവുക എന്ന് പറയുന്നത് താറാവിന് വെള്ളത്തിലേക്ക് പോകുന്നത് പോലെയുള്ളൂ. വളരെ നിസ്സാരമായി പോകാൻ കഴിയും. എങ്ങനെ ഈ വിപ്ലവ സൂര്യന്മാർക്ക് ഈ അന്ധവിശ്വാസ കടലിൽ ചെന്ന് മുങ്ങാൻ കഴിയുന്നു എന്നൊക്കെയാണ് ആളുകൾ ചോദിക്കുന്നത്. ഇങ്ങനെയൊന്നുമല്ല, ഇത് വളരെ സ്മൂത്താണ്, അറിയത്ത് പോലുമില്ല. ചിലവരുടെ ഇഞ്ചക്ഷൻ എടുത്ത് ഞാൻ അറിഞ്ഞില്ല എന്ന് പറയട്ടെ, അറിയത്ത് പോലുമില്ല. ഒരു മാർക്സിസ്റ്റുകാരന് ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു CPI-ക്കാരനോ BJP-ക്കാരനോ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ കൂടോത്രക്കാരനോ ആവുക എന്ന് പറഞ്ഞ് വളരെ നിസ്സാരമായി നടക്കുന്ന കാര്യമുള്ളൂ. കാരണം ആ പാർട്ടികൾ നിങ്ങൾ ഈ EMS ഒക്കെ പറയുന്നത് പോലെയുള്ള യുക്തിവാദമോ ശാസ്ത്രീയതയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സാധനം അതിനകത്തില്ല. അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറയാം, തെളിവ് അങ്ങനെയില്ല. അതാണ് അതിനകത്തൊരു പ്രധാന. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി പറയുന്നതിന് മുന്നേ, ഗ്രാംഷി പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ ഒരു സ്പീച്ച് പണ്ട് ചെയ്തിരുന്നു. എന്താണ് ഈ ഓർഗാനിക് ഇന്റലക്ച്വൽസ് സമൂഹത്തിൽ ഉയർന്നു വരേണ്ടതായിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ഗ്രാംഷി പറഞ്ഞു. ഗ്രാംഷി 2 കാരണങ്ങൾ കൊണ്ടാണ് പറഞ്ഞത്. 20th സെഞ്ച്വറിയിലെ ഒരു മാർക്സിസ്റ്റ് ചിന്തകനാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, സാധാരണത്തിൽ മാർക്സിസ്റ്റുകാർ പൊതുവിൽ പറയുക അടിത്തട്ട് മേൽത്തട്ട് എന്നൊക്കെ പറയുന്ന സമൂഹത്തെ പല രീതിയിലേക്ക് ഇതാക്കുക. അല്ലെങ്കിൽ അടിത്തട്ട് എന്ന് പറയുന്നത് വർഗ ബഹുജന സംഘടനകൾ, തൊഴിലാളികൾ, ഇവരുടെ ആധിപത്യം, ഇവരിലുള്ള ഭരണം, ഇതൊക്കെയാണ് ശരിക്കും സാംസ്കാരിക ബൗദ്ധിക തലത്തിലുള്ള മേൽത്തട്ടിനെ നിശ്ചയിക്കുന്നത്. ഇതാണ് അവർ പറഞ്ഞത്. അതായത് ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സോവിയറ്റ് യൂണിയനിൽ തന്നെ അന്നുണ്ടായിരുന്ന സാഹിത്യകാരന്മാരെല്ലാം വിപ്ലവത്തെ വാഴ്ത്തുകയായിരുന്നു എന്നുള്ളതാണ് സത്യം. അല്ലെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിസത്തെ പ്രോത്സാഹിപ്പിക്കുക, പിന്തുണയ്ക്കുകയായിരുന്നു. അമ്മ എഴുതുന്ന ഒരാൾ തൊട്ട് ഏറ്റവും പുതിയ കവി വരെ ഇതിനെ പുകഴ്ത്തിക്കൊണ്ടും വാഴ്ത്തിക്കൊണ്ടുമാണ്. അപ്പോൾ അതായത് ബുദ്ധിജീവികളും കവികളും അതുപോലെ തന്നെ സാംസ്കാരിക നായകന്മാരും എന്താണോ അടിത്തട്ടിലുള്ളത്, അതായത് വിപ്ലവം നടന്ന ഒരു സമൂഹമാണ്. അപ്പോൾ വിപ്ലവത്തിൻ്റെ സന്ദേശമാണ്. അങ്ങനെയാണ് പുരോഗമന കലാസാഹിത്യ സംഘമൊക്കെ ഉണ്ടാകുന്നത്. അതായത് സാഹിത്യകാരന്മാരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ പറയുന്ന സാധനം പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു പ്രചാരകരാണ്, അവർ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്മാരായിട്ട്